തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതോടെ LDFന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. ഇവിടെ UDFനും LDFനും 8 അംഗങ്ങൾ വീതമാണ് ഉണ്ടായത്. 5 പഞ്ചായത്തിൽ നറുക്കെടുപ്പിലൂടെ UDFന് പ്രസിഡന്റ് സ്ഥാനം ലഭിച്ചു. മംഗലപുരത്ത് LDF പിന്തുണയിൽ കോൺഗ്രസ് വിമതൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പാങ്ങോട് പഞ്ചായത്തിൽ SDPI വെൽഫെയർ പാർട്ടി പിന്തുണയോടെ ഭരണം ലഭിച്ചതിൽ കോൺഗ്രസിൽ ഭിന്നതയുണ്ട്. പ്രസിഡന്റ് പദവി രാജിവെക്കണമെന്നൊരു വിഭാഗം നേതാക്കൾ ആവശ്യപ്പെട്ടു. UDF പിന്തുണയിൽ പള്ളിക്കൽ ഗ്രാമപഞ്ചായത്തിൽ LDF വിമതൻ പ്രസിഡന്റായി. അർജുൻ കല്യാട് വിവരങ്ങളുമായി. അർജുൻ, വിവിധ പഞ്ചായത്തുകളിലെ പ്രസിഡന്റ് സ്ഥാനം എങ്ങനെയൊക്കെയാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ ചിലയിടത്ത് നറുക്കെടുപ്പ് UDF അംഗത്തിന്റെ വോട്ട് അസാധുവായി എന്ന് പറയുമ്പോൾ രണ്ട് കൂട്ടരും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉള്ളൂ. അതിനിടയ്ക്ക് എങ്ങനെയാണ് വോട്ട് അസാധുവായത്? സ്മൃതി, അതായത് തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിലാണ് ഈ UDF അംഗത്തിന്റെ വോട്ട് അസാധുവായതിനെ തുടർന്ന് LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി വിജയിക്കുന്നത്. അവിടെ LDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്ന അമിത ബാബുവാണ് വിജയിച്ചിരിക്കുന്നത്. LDFനും UDFനും 8 അംഗങ്ങൾ വീതമായിരുന്നു ഉണ്ടായിരുന്നത്. നറുക്കെടുപ്പ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അതിനിടയിലാണ് UDF അംഗത്തിന്റെ ഒരു വോട്ട് അസാധുവായി മാറുന്നത്. അതോടുകൂടി തന്നെ LDF അംഗത്തിന് 8 വോട്ടും UDFന്റെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്ക് 7 വോട്ടും ലഭിക്കുകയായിരുന്നു. അങ്ങനെയാണ് UDFന്റെ പ്രസിഡന്റ് സ്ഥാനം അല്ലെങ്കിൽ UDF ലഭിക്കുമെന്ന് നറുക്കെടുപ്പിലൂടെയെങ്കിലും ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രസിഡന്റ് സ്ഥാനം നഷ്ടമാവുന്നത്. അതിനു പുറമെ തിരുവനന്തപുരം വിളവൂർക്കൽ ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി UDF സ്ഥാനാർത്ഥി വരികയാണ്. UDF, BJP, LDF മുന്നണികൾക്ക് 6 വീതം അംഗങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത്. 2 സ്വതന്ത്രരുടെ പിന്തുണയോട് കൂടിയാണ് UDF അവിടെ വിനയൻ എന്ന് പറയുന്ന പഞ്ചായത്ത് അംഗം പ്രസിഡന്റായി മാറിയിട്ടുള്ളത്. LDFന്റെ 2 വോട്ടുകൾ അവിടെ അസാധുവാവുകയും ചെയ്തിരുന്നു. പുറമെ തിരുവനന്തപുരം മണമ്പൂർ പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ LDFന് വിമത സ്ഥാനാർത്ഥി പഞ്ചായത്ത് പ്രസിഡന്റായി തീരുകയും ചെയ്തു. UDF പിന്തുണയിലാണ് കുഞ്ഞുമോൾ പഞ്ചായത്ത് പ്രസിഡന്റായത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായാണ് തിരഞ്ഞെടുപ്പിൽ കുഞ്ഞുമോൾ മത്സരിച്ചിരുന്നത്. അതിനുശേഷം UDFന്റെ പിന്തുണ നേടുകയായിരുന്നു ചെയ്തത്. ചെമ്മരുത്തി ഗ്രാമപഞ്ചായത്തിലും UDF ആണ് അധികാരം പിടിച്ചിരിക്കുന്നത്. BSC അംഗത്തിന്റെ പിന്തുണയോടുകൂടിയാണ് അവിടെ രാരിഷ് എന്ന് പറയുന്ന വ്യക്തി പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നത്. BJP അംഗം അവിടെ തിരഞ്ഞെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കുകയായിരുന്നു. അതിന് പുറമെ തിരുവനന്തപുരത്ത് വെമ്പായത്ത് തിരുവനന്തപുരത്ത് പാങ്ങോട് SDPI പിന്തുണ UDFന് ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അവിടെ കോൺഗ്രസിനകത്തും UDFനകത്തും ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. UDFന് SDPI പിന്തുണ നൽകിയത് വേണ്ട എന്നുള്ളത് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. പക്ഷെ അത് മറികടന്നുകൊണ്ടാണ് SDPI പിന്തുണ നൽകിയത്. അതിപ്പോൾ ഒരുപക്ഷെ ഈ ലഭിച്ചിരിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാനാണ് സാധ്യത എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു. സ്മൃതി. ശരി, അർജുൻ കല്യാടാണ് വിവരങ്ങൾ നൽകിയത്.